ഹേ ഗൈസ്, സോ നമ്മുടെ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസിൻ്റെ ഭാഗമായി എക്സിക്യൂഷനിലുള്ള ബ്ലൈൻഡ് സ്പോട്ട്സിനെ കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ പല ഉദ്യോഗാർത്ഥികളും മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ പ്രിപ്പറേഷനിൽ അത്തരത്തിലുള്ള വീക്ക്നെസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. പക്ഷേ എക്സാക്ട്ലി അവ എന്തൊക്കെയാണ് എന്ന് എങ്ങനെ കണ്ടെത്തും എന്നൊരു കാര്യം. And that is the real question, because knowing that you have weakness is completely different from identifying them clearly. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഇതാണ്. അതായത് വളരെ കാര്യമായിട്ടുള്ള അങ്ങനെയുള്ള വീക്ക്നെസ്സുകളെല്ലാം തന്നെ ഈ പ്രിപ്പറേഷൻ സമയത്ത് ഇൻവിസിബിൾ ആയിരിക്കും അണ്ടിൽ ദി എക്സാമിനേഷൻ എക്സ്പോസസ് ദം. സോ പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾക്ക് ക്ലാരിറ്റിയും കോൺഫിഡൻസും പ്രോഗ്രസ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നാം. ബട്ട് അൺലെസ് ഇറ്റ് ഇസ് ടെസ്റ്റഡ് അണ്ടർ റൈറ്റ് കണ്ടീഷൻസ്, വീക്ക്നെസ് വളരെ ഹിഡൻ ആയിട്ട് തന്നെ ഇരിക്കും. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ആക്ച്വലി ഗോയിങ് ടു ടോക്ക് അബൌട്ട് how to scientifically detect what is actually wrong in your preparation. കാരണം ബ്ലൈൻഡ് സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വേർ ടെസ്റ്റിംഗ് ചേഞ്ചസ് എവറിത്തിങ്. പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് ഇവാലുവേഷൻ എന്നുള്ളൊരു കാര്യം. അതായത് ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് റിവിഷൻ ചെയ്തു, എക്സാമ്പിൾസ് സോൾവ് ചെയ്തു, കോൺസെപ്റ്റ് മനസ്സിലായി, ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക. ഇതെല്ലാം തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ചെക്ക് പോയിൻറ്റ്സ് ആണ്. ബട്ട് ഹിയർ ഈസ് എ സൈക്കോളജിക്കൽ പ്രോബ്ലം. നമ്മൾ ചെയ്യുന്ന ഈ ഒരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഭൂരിഭാഗവും റെക്കഗ്നിഷൻ ബേസ്ഡ് ആണ്, ഒരിക്കലും പെർഫോമൻസ് ബേസ്ഡ് അല്ല. ഈ റെക്കഗ്നിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം വായിക്കുമ്പോൾ അത് നമുക്ക് ഫെമിലിയറായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ കാണുമ്പോൾ അത് ലോജിക്കലായിട്ട് തോന്നുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുക ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെയുള്ള പ്രോബ്ലംസിലാണ്. നമ്മളത് നോക്കുമ്പോൾ അത് ലോജിക്കലായിട്ടും ആ സൊല്യൂഷൻ നമ്മൾക്ക് മനസ്സിലായതായിട്ട് നമുക്ക് തോന്നും. എക്സാമിനേഷൻ സമയത്താണ് നമ്മൾക്ക് അവിടെ കൺഫ്യൂഷൻസ് വരിക. ഇവയൊക്കെയാണ് ഈ ബ്രെയിനിന് ഒരു സിഗ്നൽ നൽകുന്നത് യു ആർ ഓൾമോസ്റ്റ് റെഡി എന്നുള്ള രീതിയിൽ. But that is actually an illusion, because ഫെമിലിയാരിറ്റി ഇസ് നോട്ട് റിട്രീവൽ സ്ട്രെങ്ത്. ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഫെമിലിയാരിറ്റി എന്നുള്ളത് ഒരിക്കലും അത് അണ്ടർ പ്രഷർ കണ്ടീഷൻസിൽ റിട്രീവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് അല്ല. പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ മെഷർ ചെയ്യുന്നത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. പ്രിപ്പറേഷൻ സമയത്തുള്ള നമ്മുടെ ആ ഒരു കംഫർട്ട് കണ്ടീഷനും എക്സാം സമയത്തുള്ള പ്രഷർ കണ്ടീഷനും ഇടയിലെ ഗ്യാപ്പിലാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് ഹിഡൻ ആയിട്ടിരിക്കുന്നത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് വി ഹാവ് ടു ക്ലിയർലി ഡിഫൈൻ വാട്ട് ഈസ് ആക്ച്വലി എ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് സിംപ്ലി ഒരു വീക്ക്നെസ് അല്ല. ഫോർ എക്സാമ്പിൾ, പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കാം, അതുമായി ബന്ധപ്പെട്ട റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കോൺഫിഡൻസും ഉണ്ടാകും. ബട്ട് വെൻ ദ സെയിം കോൺസെപ്റ്റ് അപ്പിയേഴ്സ് ഇൻ എ മിക്സഡ് ക്വസ്റ്റ്യൻ പേപ്പർ അണ്ടർ ടൈം പ്രഷർ, വിത്തൗട്ട് എനി ഹിൻസ്, വിത്തൗട്ട് എനി ഗൈഡൻസ്, എക്സിക്യൂഷൻ കൊളാപ്സ് ആകും. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർസീവ്ഡ് റെഡിനെസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. എക്സാമിനേഷൻ സമയത്ത് ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് പല രീതിയിൽ അപ്പിയർ ചെയ്യും. മേ ബി സ്ലോ ഡിസിഷൻ സ്പീഡ് ആയിരിക്കാം, വീക്ക് ആയിട്ടുള്ള റീകോൾ ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില എറർ പാറ്റേൺ ആയിരിക്കാം, ടൈം മിസ്മാനേജ്മെൻ്റ് ആയിരിക്കാം. അതായത് പ്രിപ്പറേഷൻ സമയത്ത് ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു പ്രോബ്ലംസും തോന്നുകയില്ല, അത് വിസിബിൾ ആയിരിക്കില്ല. ബട്ട് അണ്ടർ പെർഫോമൻസ് കണ്ടീഷൻസ് ഇറ്റ് ബിക്കംസ് ബ്രൂട്ടലി വിസിബിൾ. മേ ബി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്ലോ ഡിസിഷൻ സ്പീഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരല്പം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ നിങ്ങൾ വളരെയധികം സമയമെടുക്കുന്നു, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, നിങ്ങൾ പഠിച്ച ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിനേഷൻ സമയത്ത് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. തുടർച്ചയായിട്ട് പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേക പാറ്റേണിലുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് പറയാൻ സാധിക്കും. ഇതെല്ലാം നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത ബ്ലൈൻഡ് സ്പോട്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ എക്സാമിനേഷൻ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ മോഡും എക്സാമിനേഷൻ മോഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പ്രിപ്പറേഷൻ മോഡിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ടോപ്പിക്സ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു, ആ ഒരു സീക്വൻസ് നമ്മളാണ് തീരുമാനിക്കുക, നമ്മൾക്ക് പോസ് ചെയ്യാം, നോട്ട്സ് നമ്മൾക്ക് നോക്കാം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം വരികയാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തതിന് ശേഷം അടുത്ത റീജിയനിലേക്ക് കടക്കാം. ടൈം പ്രഷർ എന്നൊരു കാര്യം നമ്മൾക്കില്ല. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പ്രിപ്പറേഷൻ മോഡ് എന്നത് വളരെയധികം കൺട്രോൾഡ് ആണ്. യു കൺട്രോൾ ദ പേസ്, യു കൺട്രോൾ ദി ഓർഡർ, യു കൺട്രോൾ ഈവൻ ദി എൻവയൺമെൻറ്റ്. ബട്ട് എക്സാം മോഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഓർഡറാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ്സ് ഉണ്ട്, നോ ഹിൻസ്, നോ എക്സ്റ്റേണൽ സപ്പോർട്ട്. സോ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഒരു റാപ്പിഡ് റിട്രീവൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. സോ പ്രിപ്പറേഷൻ മോഡ് എന്നത് നമ്മുടെ ഫെമിലിയാരിറ്റിയാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ എക്സാമിനേഷൻ മോഡ് എന്നത് എക്സിക്യൂഷൻ അണ്ടർ പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. സോ അത്തരത്തിൽ പ്രിപ്പറേഷൻ മോഡിനും എക്സാം മോഡിനും ഇടയിൽ ആ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു പെർഫോമൻസ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു എൻറ്റയർ പ്രിപ്പറേഷനും ഈ പ്രിപ്പറേഷൻ മോഡിൽ തന്നെയാണ് നടക്കുന്നത് എങ്കിൽ
എക്സിക്യൂഷൻ സിസ്റ്റം ഒരിക്കലും ഈ ഒരു എക്സാം മോഡിലേക്ക് മാറുകയില്ല. ആൻഡ് ദാറ്റ് ഇസ് ദ റിയൽ ഇഷ്യൂ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ഓർക്കുക, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഹവ് സ്റ്റഡീഡ്, ഇറ്റ് ഈസ് അബൌട്ട് വെദർ യുവർ പ്രിപ്പറേഷൻ ട്രെയിൻഡ് യു ഫോർ എക്സാം കണ്ടീഷൻ. ഈ പ്രിപ്പറേഷൻ തന്നെ എക്സാം മോഡിനെ സിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യം ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ മെച്ചപ്പെട്ട് വരിക. സോ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ ഹിയർ ഇസ് ദ ടേണിംഗ് പോയിന്റ്. പ്രിപ്പറേഷൻ മോഡിനും ഈ എക്സാം മോഡിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു മെക്കാനിസം വേണം. ആൻഡ് ദാറ്റ് മെക്കാനിസം ഈസ് ടെസ്റ്റിംഗ്. പക്ഷേ ഈ ടെസ്റ്റിംഗ് എന്നുള്ളത് സിംപ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ടെസ്റ്റിംഗ് ഇസ് കൺട്രോൾഡ് എക്സ്പോഷർ. അതായത് പ്രിപ്പറേഷൻ സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിനിനെ എക്സാം ലൈക്ക് കണ്ടീഷൻസിലേക്ക് വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് യഥാർത്ഥത്തിൽ എന്തൊക്കെ റിവീൽ ചെയ്യണം? ടെസ്റ്റിംഗ് ആക്ച്വലി റിവീൽസ് ഹൗ ഫാസ്റ്റ് യു ഡിസൈഡ്, where your recall fails, which mistakes repeat, where time management collapses, where overconfidence exists. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പോസ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നായിരിക്കണം ടെസ്റ്റിംഗ് എന്നുള്ളത്. ചുരുക്കത്തിൽ പ്രിപ്പറേഷൻ എന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ഷോക്കേസ് ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ ടെസ്റ്റിംഗ് ആക്ച്വലി ഷോസ് ഹൗ യു പെർഫോം. ഓർക്കുക, ഒരിക്കലും ടെസ്റ്റിംഗ് എന്നത് ഈ മോക്ക് ടെസ്റ്റിൽ സ്കോർ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് അല്ല. It is actually a process to extract data related to your execution system. ഈ ടെസ്റ്റിംഗ് വഴി മാത്രമേ നമുക്ക് ഈ പ്രിപ്പറേഷനെ ഒരു മെഷറബിൾ പെർഫോമൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് വൈ ടെസ്റ്റിംഗ് ചേഞ്ചസ് എവറിത്തിങ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റ് അറ്റംപ്റ്റിംഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓർ മോക്ക് ടെസ്റ്റ് എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പെർഫോമൻസ് ഡയഗ്നോസ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മെക്കാനിസം അല്ല. ദാറ്റ് ഇസ് ജസ്റ്റ് അറ്റംപ്റ്റിംഗ്. കാരണം ടെസ്റ്റിംഗ് എന്നത് നമ്മുടെ സ്കോർ മെച്ചപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസായിട്ട് നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, ഇത് മാത്രം അറിയുന്നതിനുള്ള ഒരു പ്രോസസ്സല്ല. ടെസ്റ്റിംഗ് യഥാർത്ഥത്തിൽ റിവീൽ ചെയ്യേണ്ടത് പാറ്റേൺസ് ആണ്. എന്തുകൊണ്ട് ചില ചോദ്യങ്ങളിൽ എനിക്ക് സമയം നഷ്ടമായി, എന്തുകൊണ്ട് ഇതേ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും വരുന്നു, എവിടെയാണ് എൻ്റെ ഈ ഒരു റീകോൾ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത്, ഏത് വിഭാഗത്തിലാണ് എനിക്ക് കോൺസെപ്ച്വലായിട്ടൊരു ഇല്യൂഷൻ ഉണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ മെൻ്റലി സ്റ്റക്കായി പോകുന്ന റീജൻസ് എവിടെയൊക്കെയാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് വരേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്കോർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, സ്ലൈറ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ടെസ്റ്റിംഗ് കൊണ്ട് നമ്മളുടെ പെർഫോമൻസ് സിസ്റ്റം തന്നെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ സ്ട്രക്ചറലായിട്ടുള്ള ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ അവ നമ്മുടെ എക്സിക്യൂഷനിൽ അങ്ങനെ തന്നെ നിൽക്കും, അത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് അറ്റംപ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു എക്സ്പോഷർ കൗണ്ടിനെയാണ് കൂട്ടുക. ടെസ്റ്റിംഗ് ആക്ച്വലി ഇൻക്രീസസ് സ്ട്രക്ചറൽ കറക്ഷൻ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ടെസ്റ്റിംഗ് എന്നത് ഒരിക്കലും ഒരു ഐസൊലേറ്റഡ് ഇവൻ്റ് ആകരുത്. ഇറ്റ് ഹാസ് ടു ബി എ സൈക്കിൾ. അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ലൂപ്പാണ്. ടെസ്റ്റ്, അനലൈസ്, ഐഡൻറ്റിഫൈ, കറക്റ്റ്, റീടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്കോർ നേടുന്നതിന് വേണ്ടിയല്ല, ബട്ട് ടു ജനറേറ്റ് ഡാറ്റ. അതിനുശേഷം അനലൈസ് ചെയ്യുക. അനാലിസിസ് എന്നാൽ നമുക്ക് ലഭിച്ച സ്കോർ നോക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് എത്ര വന്നു, ഈ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതല്ല. മറിച്ച് ഓരോ സെക്ഷനിലും എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു, മിസ്റ്റേക്സിൻ്റെ ആ ഒരു നേച്ചർ എങ്ങനെയാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള എറർ പാറ്റേൺസ് നമ്മൾക്കുണ്ടോ, റീകോൾ ഫെയിലിയേഴ്സ്, അതായത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച കാര്യം ആ ഒരു സമയത്ത് നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു കാര്യമുണ്ടോ, ഡിസിഷൻ ഡിലേസ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ഒരല്പം അനലിറ്റിക്കലായിട്ട് വരുമ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം ഡിലേ നമ്മൾക്കുണ്ടോ. ഇത്തരത്തിലുള്ള പാറ്റേൺസ് ആണ് യഥാർത്ഥത്തിൽ അനലൈസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദെൻ ആസ്ക് ദ റിയൽ ക്വസ്റ്റ്യൻ, വേർ എക്സാക്ട്ലി ഇസ് ദ സ്ട്രക്ചറൽ വീക്ക്നെസ്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കോണ്ടന്റ് ഗ്യാപ്പ് ആണോ അല്ലെങ്കിൽ റീകോൾ വീക്ക്നെസ് ആണോ, ഓവർ തിങ്കിങ് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ചോദ്യങ്ങൾ തെറ്റിക്കുന്നുണ്ടോ, ടൈം ഡിസിപ്ലിൻ ഫെയിലിയർ ആവുന്നുണ്ടോ. ഇതെല്ലാം തന്നെ ബ്ലൈൻഡ് സ്പോട്ട്സിൻ്റെ എക്സാമ്പിൾസ് മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് കറക്ഷൻ ചെയ്യണം. അതായത് ആ കാര്യം തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു എഫേർട്ട് എടുക്കണം. അതിനുശേഷം റീടെസ്റ്റ് ചെയ്യണം. ആൻഡ് റീടെസ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ പാറ്റേൺ യഥാർത്ഥത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ലൂപ്പ് വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ മെഷറബിൾ ആയിട്ട് മാറും. ആൻഡ് മെഷറബിൾ പ്രിപ്പറേഷൻ ഇസ് ദി ഓൺലി പ്രിപ്പറേഷൻ ദാറ്റ് ഇംപ്രൂവ്സ് കൺസിസ്റ്റൻ്റ്ലി. പഠനം എന്നുള്ളത് കമ്പാരിറ്റീവ്ലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആക്ച്വലി ഇറ്റ് അലോസ് ഫെമിലിയാരിറ്റി, ഇറ്റ് അലോസ് കൺട്രോൾ. പ്രഷർ ആക്ച്വലി റിവീൽസ് റിയാലിറ്റി. ബ്ലൈൻഡ് സ്പോട്ട്സ് ഡിസപ്പിയർ ചെയ്യുക അവ എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ്. എപ്പോഴും ഓർക്കുക, എക്സ്പോഷർ ഇല്ലെങ്കിൽ കറക്ഷൻ ഇല്ല, കറക്ഷൻ ഇല്ലെങ്കിൽ എവല്യൂഷനും ഇല്ല. And that is why testing is not even optional, it is structural and it is mandatory. സോ ഈ ഒരു പോയിന്റ് മുതൽ നിങ്ങളൊരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഒരിക്കലും എത്രമാത്രം കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നുള്ളത് മാത്രമായിരിക്കരുത് നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യം. ദ റിയൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഹൗ ഓഫൺ ഡു യു ട്രെയിൻ അണ്ടർ പ്രഷർ. സോ അങ്ങനെ നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട്സ് എക്സ്പോസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ടെസ്റ്റിംഗ് ചെയ്യുക, ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക.
ഡെഫിനറ്റ്ലി പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ ഇംപ്രൂവ്മെൻറ്റ്സ് വരും. ഇനി വരുന്ന വീഡിയോസിൽ വിൽ ഗോ ഡീപ്പർ ഇൻ ടു ദിസ് കോൺസെപ്റ്റ്. എങ്ങനെയാണ് നമുക്ക് അത്തരത്തിൽ ഒരു സ്ട്രക്ചേർഡ് എക്സിക്യൂഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസിലുള്ള മറ്റ് വീഡിയോസ് എല്ലാം തന്നെ ഈ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഒരു സീക്വൻസിൽ തന്നെ അത് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ്, സജഷൻസ് ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആൻഡ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.